ഞാൻ സുമ ടീച്ചർ, സുമ ശിവദാസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫ്രൂട്ട് കേക്കാണ്. ക്രിസ്മസൊക്കെ അല്ലേ വരുന്നേ. ക്രിസ്മസിന് എങ്ങനെ പോയാലും എത്ര കേക്ക് ഉണ്ടാക്കിയാലും ഒരു പ്ലം അഥവാ ഫ്രൂട്ട് കേക്ക് ഉണ്ടാക്കിയില്ലെങ്കിൽ ഒരു തൃപ്തി വരികയില്ല മനസ്സിന്. അതുകൊണ്ട് ഞാൻ 48 വർഷം മുമ്പ് ഉണ്ടാക്കിയ രീതി തന്നെ, അതായത് സോക്കിങ്ങേ ഇല്ലാതെ ഒരു കേക്കാണ്. അത് വളരെ രുചിയാണ് കഴിക്കാൻ. 10 ദിവസം കഴിഞ്ഞാൽ ഏറ്റവും നന്നായിട്ട് വരും. ഇതെല്ലാം ഈ യൂസ് ഔട്ട് ചെയ്ത് ഇറങ്ങിയിട്ട് ആൽക്കഹോള് ഇല്ലേ ഇല്ല. ആൽക്കഹോൾ ചേർത്തതാണ് സാധാരണ സോക്ക് ചെയ്യുമ്പോൾ. ഇന്ന് ഞാൻ ഒരു സോക്കിങ്ങും ഇല്ല, എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരുപാട് സാധനങ്ങൾ വേണം ഇതിന്. അതുകൊണ്ട് ഞാനൊരു മുൻകൂർ ജാമ്യം തേടുകയാണ്. എന്താണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ചിലതൊക്കെ മറന്നുപോയെന്നൊക്കെ വരും, വയസ്സായതല്ലേ, അതുകൊണ്ട് ക്ഷമിക്കണം. അപ്പം ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് പഞ്ചസാര കരിക്കലാണ്, കാരമലൈസ് ചെയ്യൽ. എന്താണ് കാരമലൈസ് എന്നും എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് 3/4 ഗ്ലാസ് പഞ്ചസാര ഇതൊന്ന് കാരമലൈസ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പം ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ. ഇനി നമുക്ക് പഞ്ചസാര പൊടിക്കണം. ഞാൻ എപ്പോഴും പൊടിച്ച പഞ്ചസാര എടുക്കാറുള്ളൂ. മുഴുവൻ പഞ്ചസാര എടുത്ത് അത് ഡിസോൾവ് ചെയ്യട്ടെ എന്നും പറഞ്ഞ് ഒന്നിലും വെച്ചേക്കാറില്ല. ഇതിങ്ങനെ തന്നെയാണ് ഞാൻ ചെയ്യാറ്. ഇത് കണ്ടോ, ഒരു ചെറിയ 2-3 കുഞ്ഞി പട്ട, ഇത്തരം ഒരു 4 കഷ്ണം ചെറുത്, പിന്നെ ഒരു 4 ഗ്രാമ്പൂ കണ്ടോ. പഞ്ചസാര കൃത്യം 1/2 കിലോ. അപ്പം ഞാൻ ഇപ്പോൾ ഇടാൻ പോകുന്നത് 1/2 കിലോയുടെ കേക്കാണ്. എൻ്റെ ഒരു വെയിറ്റ് എന്ന് പറയുന്നത് ഇതെല്ലാം 1/2 കിലോ വീതം എടുക്കും. അതുകൊണ്ട് ബട്ടർ 1/2 കിലോ, പഞ്ചസാര 1/2 കിലോ എടുത്ത് പൊടിച്ചത്, പിന്നീട് 1/2 കിലോ മുട്ട, 1/2 കിലോ മൈദ, 1/2 കിലോ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടി അരിഞ്ഞത്. അതാണ് ഇതിൻ്റെ കണക്ക്. ഒരുപാട് ഫ്രൂട്ട്സ് ഒന്നും ഇടുന്നില്ല. അതും എല്ലാം കൂടെ 5-6 തരം ഫ്രൂട്ട്സ് കൂടി 1/2 കിലോ അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് റെഡിയാക്കി. അപ്പോൾ നമുക്ക് പഞ്ചസാരയൊക്കെ പൊടിച്ചിട്ട് തുടങ്ങാം. ഇനി നമുക്ക് ഒന്നൊന്നായിട്ട് തുടങ്ങാം. എനിക്ക് ഒരു മകളെ പോലെയുള്ള ഒരു കൂട്ടുകാരിയല്ല അല്ലേ, എൻ്റെ ഒരു സ്നേഹിത എന്നും പറയാം, മകളെന്നും പറയാം. അതുപോലെ ഒരാൾ ഇപ്പം എൻ്റെ കൂടെ ഇത് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. പേര് മണിക്കുട്ടി. തിരുവല്ല പാലസ് ഹൈസ്കൂളിൽ, ഗവൺമെൻറ് ഹൈസ്കൂളിൽ ടീച്ചറായിരുന്നു. പിന്നെ മനോരമയിലെ രാജീവ് ശിവശങ്കർ എന്ന എഡിറ്ററുടെയും വലിയൊരു എഴുത്തുകാരൻ്റെയും കൂടെ ഭാര്യയുമാണ്. പേര് മണിക്കുട്ടി, അല്ലെങ്കിൽ ഒഫീഷ്യൽ നെയിം രാജശ്രീ. ഒട്ടും കുക്കിംഗ് ഇഷ്ടമല്ല, അതും പറയണമല്ലോ. പാചകം എനിക്ക് ഇഷ്ടമാണോന്ന് ചോദിച്ചാൽ അല്ല. പക്ഷെ ഞാൻ നന്നായി വെജിറ്റേറിയൻ കുക്ക് ചെയ്യും. നോൺ വെജ് അറിയില്ല, ചെയ്യത്തുമില്ല, കഴിക്കത്തുമില്ല. 1/2 കിലോ അമുൽ ബട്ടർ കുറഞ്ഞ സ്പീഡിൽ അതൊന്ന് അടിച്ചെടുക്കട്ടെ. തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ ബട്ടർ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് നേരെ ഇടരുത്. തലേദിവസമേ പുറത്ത് വെച്ച് റൂം ടെമ്പറേച്ചറിലോട്ട് കൊണ്ടുവന്നിട്ട് വേണം നമ്മളത് അടിക്കാൻ. അല്ലെങ്കിൽ അടിയല്ല, കട്ടി പിടിച്ചിരിക്കും, വലിയ കഷ്ടപ്പാടാവും. ഇതൊന്ന് അയഞ്ഞതായിരുന്നുകൊണ്ട് എളുപ്പമുണ്ടായിരുന്നു. ഇതിലേക്ക് നമ്മൾ ചേർക്കേണ്ടത് അടുത്തതായിട്ട് 1/2 കിലോ ബട്ടർ കഴിഞ്ഞാൽ 1/2 കിലോ പഞ്ചസാര പൊടിച്ചത്. ഇത് ജാതിക്കയാണ് ഞാൻ ഈ ഇടുന്നത്. ഞാൻ മുഴുവൻ ഇടുന്നില്ല. വലിയൊരു ജാതിക്ക കുരുവിൻ്റെ 1/4 ഗ്രേറ്റ് ചെയ്ത് ഇട്ടാൽ മതി. അധികമായാൽ ചോദിക്കും, അതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. ഇത് മതി. ഇനി ഈ പഞ്ചസാര 1/2 കിലോ പൊടിച്ചതും പിന്നെ അതിൻ്റെ സ്പൈസസ് ഇട്ടതും അത് ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. പിന്നെ 1/2 കിലോ അയഞ്ഞ ബട്ടറും കൂടെ നല്ലപോലെ ഇളക്കുക. ആദ്യം സ്പീഡ് കുറച്ചും പിന്നീട് സ്പീഡ് കൂട്ടിയും, സാധാരണ കേക്ക് ഇടുന്ന അതേ പ്രിൻസിപ്പിള്. ഇനി ഞാനൊന്ന് സ്പീഡ് കൂട്ടാൻ പോവുക കേട്ടോ. ഞാൻ ഈ പരിപാടി നിർത്തുകയാണ്.
ഉണ്ടോ? ഇത് ക്രീമായി, രണ്ടും കൂടെ ക്രീം പോലെയാക്കി. വീണ്ടും പറയുന്നു, ക്രീം ചെയ്തു. ക്രീം ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് മുട്ട ചേർക്കലാണ്. മുട്ട എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കൂ, 9 എണ്ണം. ഇത് 1/2 കിലോ മുട്ട. അത് ഒറ്റയടിക്കങ്ങ് ചേർക്കുകയല്ല, 1 2 വീതം ചേർക്കാം. ഞാനിപ്പം ഇതിലോട്ട് പൊട്ടിച്ചൊഴിക്കും. ഇതാ, ഒരു മുട്ട ഒഴിച്ചു. ഇതുപോലെ ഓരോന്നോ 2 എണ്ണമായിട്ടോ ഈ മുട്ട മുഴുവൻ ചേർത്ത് ഇതേ പരിപാടി ആവർത്തിക്കണം. ഇനി ലാസ്റ്റാണ് ഒഴിക്കാൻ പോകുന്നത്. മൂന്ന് സാധനങ്ങളായി. ഇനി 2 കൂട്ടം കൂടെ ഉള്ളൂ. ഏതാ? മൈദ, ഡ്രൈ ഫ്രൂട്ട്സ്. ഇതൊന്ന് നോക്കൂ. ഇതെല്ലാം കൂടെ 1/2 കിലോ, കുറച്ച് ശകലം കൂടെ ഉണ്ടെങ്കിലായി, അത്രയേ ഉള്ളൂ. 500 ഗ്രാമിന് പകരം ചിലപ്പോൾ 600 ഗ്രാം കണ്ടേക്കും. അതിൽ കൂടുതൽ ഒട്ടുമില്ല. ഇത് ടൂട്ടി ഫ്രൂട്ടി, ഇത് പച്ച ടൂട്ടി ഫ്രൂട്ടി, ഇത് മഞ്ഞ ടൂട്ടി ഫ്രൂട്ടി. എന്ന് പറഞ്ഞാൽ കപ്പളങ്ങ കളർ ചെയ്തതാണ്. വേവിച്ചിട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞ് പഞ്ചസാരയിലിട്ട് വിളയിച്ചെടുത്തതാണ് ഈ ടൂട്ടി ഫ്രൂട്ടി എന്ന് പറയുന്നത്. വേറൊരു ഫ്രൂട്ടും അല്ലത്. അപ്പോൾ ഇത് 3 കപ്പളങ്ങയാണ്. ഇത് നമ്മുടെ സീഡ്ലെസ് മുന്തിരിങ്ങാപ്പഴം, ഉണക്ക മുന്തിരിങ്ങാപ്പഴം. നമ്മൾ ഈ കഷായം വയ്ക്കാനും ഒക്കെ പണ്ടെടുക്കൂലേ, അത് സീഡുള്ളതായിരുന്നു. ഇപ്പോൾ സീഡ്ലെസ്സും കിട്ടും. ഇത് കിസ്മിസ്, ഇത് ബദാമും ഉണ്ട്, കുറച്ച് ബാക്കി നട്ട്സും ഉണ്ട്. ഇത് ജിഞ്ചർ അരിഞ്ഞ് പഞ്ചസാരയിലിട്ട് വേവിച്ച് എടുത്തിട്ട് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇത് അതിൻ്റെ പൊടിയാണ് ഇത് മേടിക്കാൻ കിട്ടും. പിന്നെ 1 എണ്ണം ഓറഞ്ച് തൊലി, അതും ഓറഞ്ച് തൊലി എടുത്ത് പഞ്ചസാരയ്ക്കകത്തിട്ട് ശരിയാക്കി. ഇതിപ്പോൾ മേടിക്കാൻ കിട്ടും. പണ്ട് നമ്മൾ ഉണക്ക ഓറഞ്ച് തൊലി അങ്ങ് അരിഞ്ഞിടുമായിരുന്നു ഞാൻ ചെയ്തിരുന്നത്, വീട്ടിലുണ്ടാക്കി വെച്ചിരുന്നിട്ട്. അപ്പോൾ ഇത് എല്ലാ ഫ്രൂട്ട്സും ഇതിലുണ്ട്. സാധാരണ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് എല്ലാം എടുത്ത് പൊടിയായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. ഇതിനൊരു ദോഷമുണ്ട്. എന്നാന്ന് ചോദിച്ചാൽ, ഇതിപ്പോൾ നമ്മൾ മാവിൻ്റെ കൂടെ ചുമ്മാതെ അങ്ങോട്ടിട്ടാൽ ചിലപ്പം ഒത്തിരി കഷ്ണങ്ങൾ പോയി അടിയിൽ പോയി തറഞ്ഞ് അവിടെ ഇരിക്കും, കാണാൻ കിട്ടില്ല. അതിന് നമുക്ക് ചെയ്യാവുന്നത്, ഇതിൽ നിന്ന് കുറച്ച് മൈദയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും കൂടെ ഒരുമിച്ചാക്കി 4-5 പ്രാവശ്യം അരിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് അരിച്ച് മിക്സ് ചെയ്ത് ഇത് കുറച്ച് ഇതിൻ്റെ മുകളിലോട്ടങ്ങോട്ട് ഇട്ട് തൂക്കും. എന്നിട്ട് ഇത് ഇളക്കിയിട്ട് ആണ് ചേർക്കുക. ഇത് നാരങ്ങയുടെ തൊലി കുറച്ച് മതി, ഒത്തിരി ഒന്നും വേണ്ട, ഒന്നും. അതും ഇതിലോട്ടിട്ടു. അപ്പം ഞാൻ ഇതിനി നമ്മളുടെ മെഷീനൊക്കെ മാറ്റിയിട്ട് ഞാൻ കൈ കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. സത്യം പറയാമല്ലോ, കൈ കൊണ്ട് വളരെ ബലം കൊടുക്കാതെ മെല്ലെ മെല്ലെ മിക്സ് ചെയ്യും. അതാണ് ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഇതൊന്ന് മിക്സ് ചെയ്യട്ടെ. കണ്ടോ, ഒരു നുള്ളുപ്പ്, ഇത്രയും മതി. ഇത് പഞ്ചസാര കാരമലൈസ് ചെയ്തത്. കാരമൽ ഒഴിച്ചു. ഇതവിടെ ഇരിക്കട്ടെ. ഇത് പൊക്കത്തിലിടാം നമുക്ക്. ദേ ഒരു കുറച്ച് നാരങ്ങ നീര്, ഇല്ലെങ്കിൽ ഓറഞ്ച് നീര് ചേർത്താലും നല്ലത്. ഓറഞ്ച് ഇപ്പം ഇല്ല, നാരങ്ങയേ ഉള്ളൂ. ഇപ്പം എല്ലാമായി. ലാസ്റ്റ് ഇത് വാനില എസൻസ് ശകലേ ഞാൻ ഒഴിക്കൂ. എല്ലാമായി. ദാ
പതിവ് പോലെ ഓയിൽ പേപ്പറില്ല, അതുകൊണ്ട് ബട്ടർ അല്ലെങ്കിൽ നെയ്യ് വരട്ടിയിട്ട് ഒന്ന് തട്ടി പൊടിയിട്ടെടുത്തു മൈദ ഇട്ട്. നമുക്ക് പ്രീഹീറ്റഡ് ഓവൻ ഇവിടെ ഉണ്ട്. ഫ്രൂട്ട് കേക്ക് മറ്റേ അത്രയും പൊന്തുകയില്ല കേട്ടോ, കാരണം വെയിറ്റ് ഉണ്ട് ഈ ഫ്രൂട്ട്സിൻ്റെയൊക്കെ. നമ്മളിത് പ്രീഹീറ്റഡ് ഓവനിലോട്ട് വയ്ക്കാൻ പോവുകയാണ്. ഇതിന് മിക്കവാറും ഒരു 30 മിനിറ്റ്, കൃത്യം പറയാൻ പറ്റില്ല, വേവുമ്പോൾ പറയാം. ഏകദേശം ഒരു 180 ഡിഗ്രീസ് 30 മിനിറ്റ്സ് അത്രയും വേണ്ടി വന്നേക്കും. ഇതിപ്പം നേരത്തെ ഞാൻ പറഞ്ഞു എടുത്തപ്പം 35 മിനിറ്റായി, ഒരു 10 മിനിറ്റ് ഇരുന്ന് കാണും പുറത്ത്. ദേ കണ്ടോ, ഇപ്പോൾ നമ്മുടെ ഈ കേക്ക് ഒരുമാതിരി തണുത്തിട്ടുണ്ട്, കൈ കൊണ്ട് പിടിക്കാറായി, ചൂട് വളരെ കുറഞ്ഞു. ഇത് നമുക്ക് ഇങ്ങോട്ടൊന്ന് കമത്തി നോക്കാം. ചിലപ്പം പൊടിയുമായിരിക്കും കേട്ടോ, കാരണം അത്രയും ചെറുതായിട്ടാണ് ഇതിൻ്റെ ഫ്രൂട്ട്സ് എല്ലാം അരിഞ്ഞേക്കുന്നത്, ഇഞ്ചിക്കറിക്ക് ഇഞ്ചി കൊത്തുന്ന മാതിരി. ഇതാ നോക്കൂ, ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ ഫ്രൂട്ട് കേക്ക്. ഇത് നിറച്ച് ഫ്രൂട്ട്സ് ഉണ്ട്, പക്ഷേ വലിയ കഷ്ണങ്ങൾ ഈ ടൂട്ടി ഫ്രൂട്ടിയൊക്കെ, ആ ടൂട്ടി ഫ്രൂട്ടി പോലും കൊത്തിയരിഞ്ഞു, അതുകൊണ്ടാണ് അധികം കാണാത്തത്. പക്ഷേ നല്ല സ്വാദായിരിക്കും, ഒട്ടും പൊടിഞ്ഞിട്ടില്ല. ബാക്കി ഞാൻ ഇത് തണുക്കുന്ന നേരം ആയപ്പോഴത്തേക്ക് ഞാൻ ബാക്കിയും കൂടെ ഉണ്ടാക്കി, എന്നിട്ട് അതുമൊക്കെ തണുത്ത് വന്നു കഴിഞ്ഞിട്ടാണ് ഇതിപ്പോൾ മുറിക്കുന്നത്. ചൂടോടുകൂടി മുറിക്കരുത് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ലപോലെ ഒന്ന് തണുത്ത് കഴിഞ്ഞിട്ടേ വിട്ടു വരുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ എടുത്ത് നമ്മൾ കമത്തുമ്പോൾ അതിനെ വീണ്ടും മുറിക്കുമ്പോൾ മുറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇത് ഉറപ്പായിട്ടും 10 ദിവസം കഴിഞ്ഞാൽ നമ്മൾ നിലത്തെങ്ങും നിൽക്കുകയില്ല, അതുപോലെ ഒട്ടും ആൽക്കഹോളിൻ്റെ സ്വാദുകളൊന്നും ഇല്ലാതെ നല്ല നയിന്ന് വരും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ കേക്കുകളെല്ലാം നല്ലതാണ്, അതായത് സോക്ക് ചെയ്താലും നല്ലത്, സോക്ക് ചെയ്തില്ലേലും നല്ലത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇത് അറ്റ്ലീസ്റ്റ് ഈ കേക്ക് ഇത് അന്നേരം സാധനം മേടിച്ച് അന്നേരം ഉണ്ടാക്കാം. ഞാനിതിന് മുമ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തുണ്ടാക്കിയ കേക്കിൻ്റെ കൂടെ ഒരു ക്രിസ്മസ് ആശംസ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വളരെ വളരെ സമാധാനപരമായ മനോഹരമായ ഒരു ക്രിസ്മസ് ലോകമെങ്ങുമുള്ളവർക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.